നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ജീവിത പ്രശ്നങ്ങൾ എന്നും എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നും നമുക്ക് നോക്കാം. ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും നമ്മളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെയും ഒക്കെയാണ് ജീവിത പ്രശ്നങ്ങൾ എന്ന് നാം പറയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ അപ്രതീക്ഷിതമായും ആരോഗ്യ സംബന്ധമായും ആയ വിഷമതകൾ, ജോലി, വിദ്യാഭ്യാസത്തിലെ സമ്മർദ്ദങ്ങൾ, മാനസികമായ തളർച്ച, ഏകാന്തത, സ്നേഹബന്ധങ്ങളിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, ആത്മവിശ്വാസം കുറയുന്നത്, ലക്ഷ്യങ്ങളിലെ പരാജയങ്ങൾ, ഇങ്ങനെ നീളുന്നു ജീവിത പ്രശ്നങ്ങൾ. ജീവിത പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികമായ ഒന്നാണ്. സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ കൂടി വരുന്ന പ്രശ്നങ്ങളാണ് ജീവിത പ്രശ്നങ്ങൾ. ഒരാളുടെ ജീവിതം ഒരേപോലെ എപ്പോഴും സ്വച്ഛപൂർണ്ണമായിരിക്കുക സാധ്യമല്ല. ഓരോരുത്തരും ഓരോ തരം പരീക്ഷണങ്ങൾ നേരിടും. അതിന് അതിജീവനം മാത്രമല്ല, അതിൻ്റെ കൂടി വളർച്ചയും സാധ്യമാണ്. പ്രശ്നങ്ങളെ നേരിടാനുള്ള ചില ജീവിത സംസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രശ്നങ്ങളെ തിരിച്ചറിയുക എന്നതാണ് പരമപ്രധാനം. മുമ്പ് കണ്ടിട്ടില്ലാത്ത പ്രശ്നം നിഷേധിക്കുകയോ ഭയന്ന് മാറി നിൽക്കുകയോ ചെയ്യരുത്. ഒരാൾക്ക് ജോലി നഷ്ടമായത് താൽപ്പര്യങ്ങൾ വിശാലമാക്കി പുതിയ ജോലി നേടാനുള്ള അവസരമായി എടുക്കുക. ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് എന്ന് മനസാക്ഷിയോട് ചോദിക്കുക. പ്രതിസന്ധികളെ വളർച്ചയുടെ പാഠമാക്കി മാറ്റുക എന്നതാണ് ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അവസരങ്ങളിൽ കുടുംബം, സുഹൃത്തുക്കൾ, കൗൺസിലർ എന്നിവരുടെ പിന്തുണ ആവശ്യപ്പെടാനും മടിക്കരുത്. ആത്മവിശ്വാസം നിലനിർത്തുക. പ്രതിസന്ധിയിൽ പോലും ഇത് ഞാൻ മറികടക്കും എന്ന ആത്മബലം വലിയ ആയുധമാണ്. കൂരിരുട്ട് പോലും വെളിച്ചത്തിലേക്കുള്ള വഴി തുറക്കും എന്ന് ഓർക്കുക. പ്രശ്നം വലുതായിപ്പോയാലും ഒരുപാട് ചിന്തിക്കാതെ ചെറിയ ഇടവേള എടുത്ത് ശരീരവും മനസ്സും വിശ്രമിപ്പിക്കുക. മനസ്സിനെ ട്രെയിൻ ചെയ്യുക. പ്രതിദിനം മനസ്സിൻ്റെ ശക്തി വളർത്തുന്ന രീതിയിൽ സാധനകൾ ചെയ്താൽ പ്രശ്നങ്ങൾ നേരിടാൻ ധൈര്യവും വികാരസ്ഥൈര്യവും കിട്ടും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നും ഇതുവരെ കടന്നുപോയതുപോലെ ഇതും കടന്നുപോകും എന്നും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന പ്രയാസങ്ങളൊന്നും സ്ഥിരമായി നിൽക്കുകയില്ല എന്നും ഉറച്ച് നാം വിശ്വസിക്കണം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല സമയങ്ങളിലും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അത് വിശകലനം ചെയ്ത് നോക്കിയാൽ 70% പ്രശ്നങ്ങളും സ്വയം കൃതാനർത്ഥങ്ങൾ കൊണ്ടുണ്ടാകുന്നവയാണ്. 20% നമ്മുടെ ചുറ്റും ഉള്ളവരോ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നവരോ മൂലമുണ്ടാകുന്നതാണ്. ബാക്കി 10% നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ തടയാൻ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ നമ്മളിലേക്ക് തനിയെ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ 70%ത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അത് വിശകലനം ചെയ്തു നോക്കി തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ പരമാവധി ശ്രമിക്കുക. മാത്രമല്ല, നമ്മൾ മുന്നോട്ട് വെച്ച ഏതോ ചുവടിലെ താളപ്പിഴ കൊണ്ടുചെന്നെത്തിച്ച പ്രശ്നങ്ങൾ ഇനിയും വരാതെ ഇനിയുള്ള ഓരോ ചുവടും ശ്രദ്ധയോടെ വെക്കുക. ഇനി ഉണ്ടായ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാതെ ധൈര്യമായി അതിനെ നേരിടുക. വഴിയിൽ നടന്നു പോകുമ്പോൾ നമുക്ക് നേരെ പാഞ്ഞു വരുന്ന തെരുവുപട്ടിയെ കാണുമ്പോൾ നമ്മൾ തിരിഞ്ഞോടിയാൽ അത് തീർച്ചയായും പുറകെ ഓടി വന്ന് നമ്മളെ കടിച്ചു പറിക്കും. അതേസമയം ചുറ്റിലും വേഗത്തിലൊന്ന് കണ്ണോടിച്ച് ഒരു വടിയോ കല്ലോ എടുത്ത് ഒച്ച വെച്ച് അതിനെ പേടിപ്പിച്ചാൽ അത് തിരിഞ്ഞു ഓടുന്നത് നാം കണ്ടിട്ടില്ലേ? അതുപോലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധൈര്യമായി നേരിടുകയാണ് നാം ചെയ്യേണ്ടത്. ബാക്കിയുള്ള 20% പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് പരിഹാരത്തിനായി ശ്രമിക്കുക. എന്നാൽ ബാക്കിയുള്ള 10% പ്രശ്നങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്രതീക്ഷിതമായി വരുന്ന മഹാമാരി, പ്രകൃതി ദുരന്തങ്ങൾ, ഉറ്റവരുടെ വേർപാട്, മക്കളില്ലാത്ത അവസ്ഥ, വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ പിറവി തുടങ്ങി ഒന്നും നമ്മുടെ കയ്യിലല്ല. അതിനെയും 2 കൈയും നീട്ടി സ്വീകരിച്ച് ഉള്ള സാഹചര്യം എങ്ങനെ നമ്മളെക്കൊണ്ട് മെച്ചപ്പെടുത്താം എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക. സാധ്യമായ എല്ലാ പ്രതിവിധികളും ആലോചിക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഉദാഹരണമായി, മക്കളില്ലാത്ത ദമ്പതികൾ ആ ദുഃഖത്തിൽ മുഴുകി ജീവിതം തുലയ്ക്കാതെ വേഗത്തിൽ തന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് സന്തോഷമുള്ള മാതാപിതാക്കൾ ആയി മാറുക. ആ കുഞ്ഞിനും ഒരു നല്ല ജീവിതം കൊടുക്കുന്നതിൽ അഭിമാനിക്കുക.
ഇങ്ങനെ ഏത് വിധേനയും സന്തോഷം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക ആണ് നാം ചെയ്യേണ്ടത്. ഏത് പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായാലും അത് പങ്കിടാൻ പറ്റിയ ഒരാളെയെങ്കിലും ചെറുപ്പം മുതലേ നമ്മുടെ സുഹൃത്ത് വലയത്തിലോ നമ്മുടെ സ്വന്തത്തിലായിട്ടോ നേരിടാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളെ കേൾക്കാനും നമ്മളോട് സമാധാനം പറയാനും പറ്റിയ ഒരാളെങ്കിലും നമ്മൾക്കുണ്ടെങ്കിൽ അയാളോടെല്ലാം തുറന്നു പറയണം. അത് നമുക്ക് വലിയ ആശ്വാസം തന്നെയാകും. ആത്മസുഹൃത്തുക്കൾ ജീവിതത്തിൽ എപ്പോഴും ഒരു താങ്ങായി തന്നെ മാറും, അത് ഉറപ്പാണ്. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട്. അത്തരക്കാർ പരിശ്രമം കൊണ്ടും വേണ്ടപ്പെട്ടവരുടെ സ്നേഹോഷ്മളമായ കരുതൽ കൊണ്ടും ജീവിതത്തിൽ വിജയിച്ചതായി കാണാനും ഇടവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.